ഇന്നലെ പരിക്കേറ്റ ഒരാൾ കൂടി നമുക്ക് ചേരുന്നുണ്ട്. പരിക്കേറ്റു അല്ല, നെറ്റിക്ക് തലക്കടിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കിട്ടി. പിന്നെ ഇവിടെ ചെന്തോ വെച്ച് വരഞ്ഞതാണെന്ന് തോന്നുന്നു. പിന്നെ കമ്പിയോടി വെച്ച് മേത്ത് അടിക്കുകയും ചെയ്തവർ. ഇതിൽ എന്താ സംഭവിച്ചു? എത്ര പേരുണ്ടായിരുന്നു? അവരെ ഒരു 5 പേരെങ്ങാണ്ടാന്ന് തോന്നുന്നു. കാറിലാണ് വന്നിരുന്നവർ. ഞങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ഇവിടെ ഒരു 10 മണി വരെ ഞങ്ങൾ വെച്ചിട്ടിൽ ഇരിക്കാറുണ്ട്. അപ്പം ഇന്നലെ കളിയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നതാണ് അവിടെ. അപ്പോൾ ഒരുത്തൻ ഇതുമാതിരി ഈ സംഭവം നടക്കണതിൻ്റെ 2 മിനിറ്റ് മുന്നേ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് ഇങ്ങനെ തല മുനിച്ച് നടന്നു പോകണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വെച്ചിട്ടിൽ നമ്മൾ പറയുകയും ചെയ്ത് എന്തോ അവൻ്റെ എന്തോ ബൈക്കിൽ പോയപ്പോൾ എന്തോ ചാടി പോയതാണ്, എന്തോ ആണ് അവൻ നോക്കിക്കൊണ്ട് പോകണ്ടല്ലോ എന്താണെന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അങ്ങോട്ടേക്ക് നടന്ന് ആലുവ സൈഡിലേക്ക്, ആലുവ ഭാഗത്തേക്ക് നടക്കായിരുന്നു. ആ കറക്റ്റ് നമ്മുടെ വെയിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഒരു കാർ വന്ന് നിർത്താണ് ചെയ്തത്. പിന്നെ അതിനകത്തുനിന്ന് ചുറ്റിക, പിന്നെ ഈ കമ്പിവടി, അങ്ങനത്തെ വലിയ എന്തോ മാരകായുധങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാണോ ആക്രമിച്ചത്? അവരെ ആകെ ആക്രോശിക്കായിരുന്നു. അവരെന്തോ കൊല്ലണ രീതിയിലുള്ള എന്തോ, നമുക്കറിയില്ല, എന്തോ പെട്ടെന്നായി പോയി, നമുക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മളെയൊക്കെ തലക്കും മേത്തും ഒക്കെ ആയിട്ട് അടിച്ച് നിൽക്കുന്ന സമയത്ത് സുലൈമാൻ എന്ന് പറയുന്ന മുൻ മെമ്പറാണ്. പുള്ളി ബാക്കിൽ കൊച്ചുങ്ങൾ മാറിയുന്ന അവരെന്തോ വേറെ കേസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സുലൈമാൻ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ ചെന്നതാണ്, എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി. അപ്പോഴാണ് സുലൈമാനെ വളഞ്ഞ് ആക്രമിച്ച് ചവിട്ടി. സുലൈമാനെ ആക്രമിക്കുകയായിരുന്നല്ലോ ലക്ഷ്യം, കൂടെ ഉള്ള ആളുകളെ ആക്രമിച്ചപ്പോൾ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതാണ്. സുലൈമാൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദ്യം ചെയ്യുന്നത്. എന്താ പെട്ടെന്നായി പോയില്ല, ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി സുലൈമാൻ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പുള്ളിനെ ഫസ്റ്റ് ചവിട്ടി വീഴ്ത്തി. അത് കഴിഞ്ഞിട്ട് കമ്പി വടിക്കും, പിന്നെ എന്തോ ഒരു ആയുധം പോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവം വെച്ചിട്ട് നിലവിൽ പുള്ളിയുടെ തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. ഇപ്പം ഇന്ന് 6 മണിക്ക് സ്കാൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ റിപ്പോർട്ട്. പ്രതികൾ അപ്പം തന്നെ രക്ഷപ്പെട്ടു. അവരെല്ലാം സെറ്റായിട്ട് തന്നെ വന്നത്. കറക്റ്റ് വണ്ടി കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്ത് റിവേഴ്സിൽ അവിടെ നിന്ന് നല്ല സ്പീഡിലാണ് വന്നിരുന്നത്. റിവേഴ്സ് വന്ന് അങ്ങനെ തന്നെ എല്ലാവരും അതിനകത്ത് കയറി പോവുകയും ചെയ്തു. ഒരാൾ ഫസ്റ്റ് വന്ന ഹെൽമെറ്റ് വെച്ച് അവർ ഫസ്റ്റ് വന്നത് ബൈക്കിലാണ്. അവരാണ് ഇത് ഇവർക്ക് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഈ കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളെന്നാണോ പോലീസ് പറയുന്നത്? അതെ, പുറത്തുള്ളവരെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് കണ്ട് പരിചയമുള്ള ആളില്ല. എനിക്ക് തോന്നി ആ ഹെൽമെറ്റ് വെച്ച ആൾ ഇവിടെ എന്തോ പരിചയമുള്ള ഒരാളെ പോലെയാണ്. അവൻ മാത്രമാണ് ഹെൽമെറ്റ് വെച്ചിരുന്നത്. ആരാ നമുക്കറിയില്ല. ഹെൽമെറ്റ് വെച്ചേക്കാർന്ന് കാണാൻ നമുക്ക് മനസ്സിലായില്ല. എന്തായാലും 8 സംഘമാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ളതെന്നുള്ളതാണ് ആലുവ പോലീസ് പറയുന്നത്. അതിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഈ അക്രമി സംഘവുമായിട്ട് എത്രത്തോളം പങ്കുണ്ട് അല്ലെങ്കിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പോലീസ് സ്ഥിരീകരിച്ചത് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ്. ഈ ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് വിശദമായി പരിശോധനകൾ നടത്തിയത്. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് 8 സംഘമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 2 പേർ തുടക്കത്തിൽ ബൈക്കിൽ വരികയും അവർ ഈ കാര്യങ്ങൾ, അതായത് മറ്റ് കാറിൽ എത്തുന്ന സംഘത്തിന് വഴികാട്ടിയായി മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പരിക്കേറ്റ ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ ബൈക്ക് വരുന്നു, ചില കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. അതിനുശേഷമാണ് കാറ് ഇവിടേക്ക് എത്തിയിരുന്നത്. ആ കാറിലാണ് 5ഓളം പേരുണ്ടായിരുന്നത്. അവരാണ് ഈ ക്രൂരമായി ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും ചെയ്തത്. എന്തായാലും മുൻ പഞ്ചായത്ത് അംഗമായ സുലൈമാന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അദ്ദേഹം ഇപ്പോഴും വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ പ്രതികൾക്കായുള്ള അന്വേഷണം ആലുവ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്.